അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരാൾ ഒരു സ്വഹാബി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയണം. അദ്ദേഹം ബുദ്ധിമുട്ട് പറയുമ്പോൾ വിചാരിച്ചു പോകും, ആ നാട്ടിൽ അയാളെപ്പോലെ ഫക്കീറായ മിസ്കീനായ ഒരാളും ഇല്ല എന്ന് ചിന്തിച്ചു പോകും. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെയും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്ന് തിരുത്തണം എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല ഭാര്യയുണ്ട്, ഞാൻ പറയുന്ന കേൾക്കുന്ന, എന്നെ അനുസരിക്കുന്ന, നല്ല സന്തോഷകരമായ ഒരു ജീവിതമുള്ള നല്ല ഭാര്യ എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, ഒരു നല്ലൊരു ഭാര്യ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നീ വലിയൊരു, അവിടെ തന്നെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, അന്ത മിനൽ അഗ്നിയ, നീ വലിയ ഐശ്വര്യക്കാരനായി പോയല്ലേ, എന്നിട്ടാണോ നീ ഒരു പാവപ്പെട്ടവൻ എന്ന് പറയുന്നത്? എന്നിട്ട് വീണ്ടും ബഹുമാനപ്പെട്ടവർ ചോദിച്ചോ, നിന്റെ വീട്ടിൽ ജോലിക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം അന്നത്തെ കാലത്ത് ഖാദിമീങ്ങൾ, അടിമകൾ ഉണ്ടാവുക എന്ന് സ്വാഭാവികമാണല്ലോ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഖാദിമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ഓ, നിനക്ക് ഖാദിമുണ്ടോ, എന്നാൽ നീ വലിയ രാജാവായി പോയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറയാണ്, ഓ മനുഷ്യ, ദുനിയാവെന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അതൊക്കെ ശരിയാണ്, ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നിനക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ച് ഒന്ന് ശരിക്ക് ബോധ്യപ്പെടുക, ശരിക്കൊന്ന് മനസ്സിലാക്ക്. ഇതൊന്നും നൽകപ്പെടാത്ത, നേരത്തെ നീ പറഞ്ഞില്ലേ നല്ല ഭാര്യയുണ്ട് എന്ന് പറഞ്ഞു, എത്രയോ നല്ല പണക്കാരൻ, പക്ഷേ അവനൊരു ഒരു നിമിഷത്തിൻ്റെ സന്തോഷം പോലും അവൻ്റെ വീട്ടിലില്ല. കാരണം അവൻ പറഞ്ഞതുപോലെ കേൾക്കുന്ന ഭാര്യ വീട്ടിലില്ലാത്തതുകൊണ്ട് അവന് സന്തോഷമില്ല. അവൻ്റെ എല്ലാ പണം അവൻ ചെലവഴിക്കാൻ അവൻ റെഡിയാണ്. ഒരു സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു ഭാര്യ എനിക്ക് കിട്ടുകയാണെങ്കിലോ എന്ന് ആ സമയത്താണ് നിനക്ക് എത്ര വലിയൊരു, നീ തന്നെ പറഞ്ഞില്ലേ നല്ല സമാധാനം നൽകുന്ന ഭാര്യ എനിക്കുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളൊക്കെയും ചിലതൊക്കെ നിനക്കുണ്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത, എത്രയോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, സ്വന്തം വീടില്ലാത്തവർ, അതേ സ്വന്തമായിട്ട് മക്കളില്ലാത്തവർ, മറ്റുള്ള രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മറ്റുള്ള എന്തെല്ലാം പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുന്നവർ, അതേ നിന്നെക്കാൾ താഴെയുള്ള നിനക്ക് അല്ലാഹു നൽകിയ നിഅമത്ത് അത്രയൊന്നും നൽകപ്പെടാത്തവരൊന്ന് ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് നീ മനസ്സറിഞ്ഞ് റബ്ബിനോട് അൽഹംദുലില്ലാ പറഞ്ഞു പോകും. അന്ന് നീ പറഞ്ഞു പോകും, ഇതിനേക്കാൾ കൂടുതലൊന്നും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമല്ല, ഇതെനിക്ക് നഷ്ടപ്പെടുത്തല്ലേ അല്ലാ എന്ന്. അപ്പോൾ നിന്റെ കയ്യിലുള്ള നിയമത്തിനെ കുറിച്ച് നിനക്ക് നല്ല ബോധമുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധേയമായ, ഇത് നമ്മളോടാണോ ഉപദേശിച്ചത് എന്ന് നാം ഓർക്കണം. കാരണം നമുക്ക് എല്ലാ സൗലഭ്യങ്ങൾ, എല്ലാ നിയമത്തുകൾ, എല്ലാ ബർക്കത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. പക്ഷേ എവിടെയോ കുറച്ചൊക്കെ ചെറിയ പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങൾ, ഇതൊക്കെ അല്ലാഹു തന്ന് ഒന്ന് അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടി പരീക്ഷിക്കുകയാണ്. അങ്ങനെ ചെറിയ നിലക്കൊന്ന് നൽകിയപ്പോൾ ഒന്നും എനിക്ക് നൽകാത്തതുപോലെ നാം പ്രകടിപ്പിക്കുകയാണ്, അവനതിപ്പെടുകയാണ്. അവനൊരിക്കലും ആകരുത്. അല്ലാഹു തന്നതിൽ തൃപ്തിയുള്ളവനാകണം. അതാണ് ഖനാഅത്ത്, അതാണ് മനസ്സിന് സമാധാനം. എത്രയും കിട്ടിയിട്ട് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ഉള്ളതിൽ തൃപ്തി, ഉള്ളതിൽ സമാധാനം, അത് വലിയൊരു തൗഫീഖാണ്. അത് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു നൽകുന്ന വിഷയമാണ് ഖനാഅത്ത്, ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത്. അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം നോക്കണം. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ കൂട്ടുകാരനക്ക് പറഞ്ഞു കൊടുത്തത്. നമ്മൾ കയ്യിലുള്ളത് ഒന്ന് ശരിക്കും നാം ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെട്ടു പോകും, എനിക്ക് നൽകിയത്ര റബ്ബ് ആർക്കും നൽകിയിട്ടില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിഅമത്തുകളൊക്കെയും ഉൾക്കൊള്ളാനും അതിനുവേണ്ടി ശുക്ർ ചെയ്യാനും നന്ദി പ്രകടിപ്പിക്കാൻ
ആ വലിയ തൗഫീക്ക് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.